السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. പ്രിയപ്പെട്ട സഹോദരന്മാരെ മുഅ്മിനീങ്ങളെ, ഈ ലോകത്ത് വച്ച് തന്നെ അല്ലാഹുവിൽ നിന്നും ശിക്ഷ വരുന്ന ചില കുറ്റകൃത്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞയാഴ്ച സംസാരിച്ച് തുടങ്ങിയത്. 15 കുറ്റങ്ങൾ, 15 അപരാധങ്ങൾ. ജനങ്ങൾ ഒരു നാണവും മാനവും കുറ്റബോധവുമില്ലാതെ ചെയ്യാൻ തുടങ്ങിയാൽ അല്ലാഹുവിൽ നിന്നുള്ള കനത്ത പ്രഹരം ഈ ലോകത്ത് തന്നെ ഏൽക്കേണ്ടി വരുമെന്ന് തിരുനബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണി വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇരട്ടപ്രഹരത്തിന് കാരണമാകുന്ന കുറ്റങ്ങൾ, സാധാരണ കുറ്റങ്ങൾക്കുള്ള ശിക്ഷ അല്ലാഹു പരലോകത്തേക്ക് മാറ്റിവെക്കുമ്പോൾ ചില ധിക്കാരങ്ങൾ ആവർത്തിച്ചാൽ, ചില നിഷേധ മനോഭാവങ്ങളിലൂടെ മുന്നേറുമ്പോൾ അല്ലാഹു പിന്നെ അടിക്കാൻ പരലോകത്തേക്ക് നീക്കിവെക്കില്ല, താമസിപ്പിക്കില്ല. ഇവിടെയും അടിക്കും, അവിടെയും അടിക്കും. അല്ലാഹു കാക്കട്ടെ. പരിശുദ്ധ ഖുർആനിലൂടെ ഈ പാഠം മാനവകുലത്തിന് അല്ലാഹു നൽകിയിട്ടുണ്ട്. സൂറത്ത് ആലു ഇമ്രാന്റെ 56-ാമത്തെ ആയത്ത് അതാണ് പറയുന്നത്. ഫഅമ്മല്ലദീന കഫറു, അപ്പോൾ നിഷേധവും ധിക്കാരവും തുടർന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ ധിക്കരിക്കുക തന്നെ, നിഷേധ മനോഭാവത്തിലൂടെ മുന്നേറുക തന്നെ. അങ്ങനെയെങ്കിൽ ഫഉഅസിബുഹും അദാബൻ ശദീദ, ചെറിയ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നല്ല അല്ല പറയുന്നത്, ഞാൻ അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഏത് ശിക്ഷ? അദാബൻ ശദീദ, കഠിന കഠോരമായ ശിക്ഷ. ഫിദ്ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും. അങ്ങനെ ഞാൻ അടിക്കാൻ തുനിഞ്ഞാൽ വമാലഹും മിൻ നാസിരീൻ, അവരെ രക്ഷപ്പെടുത്താനോ കൈപിടിച്ചുയർത്താനോ അവർക്ക് സുരക്ഷ കൊടുക്കാനോ ആർക്കും സാധ്യമേ അല്ല. ഈ ലോകത്തുള്ളവർ മുഴുവൻ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി തയ്യാറായാലും അവർക്കൊന്നും ചെയ്യാനാകൂല എൻ്റെ കനത്ത പ്രഹരം വന്നാൽ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, റസൂലുള്ള എണ്ണി പറഞ്ഞ 15 കുറ്റങ്ങളിൽ ആദ്യത്തെ 3 കുറ്റങ്ങൾ സാമ്പത്തിക രംഗത്തെ കുറ്റങ്ങൾ കഴിഞ്ഞയാഴ്ച ചെറിയ രൂപത്തിൽ വിശദീകരിച്ചു. ഇനി 4-ാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരട്ടപ്രഹരത്തിന് കാരണമായി എണ്ണിത്തന്ന 4-ാമത്തെ കുറ്റം വിദ്യാഭ്യാസ രംഗത്തെ കുറ്റാണ്. ഇതൊന്നും നമുക്കൊരു കുറ്റാന്ന് തന്നെ തോന്നൂല. നമ്മൾ അത്ര ലാഘവത്തോടെ തള്ളിക്കളയുന്ന നിസാര കാര്യങ്ങളാണിത്. പക്ഷേ അല്ലാഹുവിങ്കൽ കടുത്ത കുറ്റവും അവൻ്റെ കോപത്തിന് കാരണമാകുന്ന അപരാധവുമാണിത്. ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസ രംഗത്തെ കുറ്റാണ് 4-ാമത് റസൂലുള്ള പറഞ്ഞത്. അതെന്താ? വതുഉല്ലിമ ലിഗൈരിദ്ദീൻ, അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടിയല്ലാതെ വിദ്യാഭ്യസിക്കാൻ തുടങ്ങിയാൽ, പഠിക്കാനും പഠിപ്പിക്കാനും തുടങ്ങിയാൽ, എന്ന് വെച്ചാൽ പഠനത്തിൻ്റെ ലക്ഷ്യം തെറ്റിപ്പോവുക, നിയ്യത്ത് പിഴച്ചു പോവുക, വഴി തെറ്റിപ്പോവുക. ഒരു മുസ്ലിമിന് എന്തും ഏതും പഠിക്കാം. ഏത് സയൻസും ടെക്നോളജിയും ഒരു മുസ്ലിമിന് പഠിക്കാം. നല്ല നിയ്യത്തോടെ പഠിച്ചാൽ മൂല്യമുള്ള ഇബാദത്തായി അത് മാറും. പഠിക്കുന്ന കുട്ടിക്ക് പുണ്യമാണ്. പഠിക്കാൻ അവസരം കൊടുക്കുന്ന പേരൻസിനും അത് ഇബാദത്താണ്, നേട്ടമാണ്. നേരെ മറിച്ച് വിദ്യാഭ്യസിക്കുന്നതിൻ്റെ ലക്ഷ്യം തെറ്റിയാൽ കുട്ടിക്കും അത് നാശമാണ്, രക്ഷിതാക്കൾക്കും അത് കുറ്റമാണ്. എങ്ങനെ നിയ്യത്ത് നന്നാകുക? എങ്ങനെ നിയ്യത്ത് തെറ്റുക? പഠിക്കുമ്പോൾ അള്ളാൻ്റെ പൊരുത്തത്തിന് വേണ്ടി പഠിക്കുക.
എനിക്ക് അറിവുണ്ടാകണം, എന്നിട്ട് അള്ളാൻ്റെ ഇഷ്ടം സമ്പാദിക്കണം. ഞാൻ ഈ പഠിക്കണ വിഷയമൊക്കെ ഏത് വിജ്ഞാന ശാഖയാണെങ്കിലും അള്ളാൻ്റെ മഖ്ലൂഖാത്തിനെ കുറിച്ചാണ്, പടച്ചറബിൻ്റെ സൃഷ്ടികളെ കുറിച്ചുള്ള റിസർച്ചാണ്, അവലോകനമാണ്, പഠനമാണ്. ആ ഒരു ബോധത്തോടെ റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടി പഠിക്കുക. കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ ആകാം, ഒരു നല്ല ജോലി എനിക്ക് വേണം, ഹലാലായ ഭക്ഷണം എനിക്ക് കഴിക്കണം, ആരെ മുന്നിലും കൈനീട്ടാൻ പറ്റില്ല, എൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കണം, എനിക്ക് കുടുംബം പോറ്റണം, മിച്ചമുള്ളതിൽ നിന്ന് പാവപ്പെട്ടവർക്ക് നൽകണം. ഇതൊക്കെ നല്ല നിയ്യത്താണ്. വിദ്യാഭ്യാസത്തിലെ നിയ്യത്ത് തെറ്റിപ്പോകുന്നത് എപ്പോഴാണ്? എനിക്ക് പഠിക്കണം, ഉയരണം, വളരണം, എൻ്റെ മോനെ മോളെ പഠിപ്പിക്കണം, അവൻ ഉയരണം, വളരണം, അങ്ങനെ നാട്ടുകാർക്കിടയിൽ, കുടുംബത്തിനിടയിൽ, അയൽക്കാർക്കിടയിൽ ഒന്ന് ഉഷാറാകണം. പൊങ്ങച്ച പ്രകടനത്തിന് വേണ്ടി വിദ്യാഭ്യാസം വേണം, ബിരുദം വേണം, ബിരുദാനന്തര ബിരുദം വേണം, എന്നിട്ടൊന്നാളാകണം. ഈഗോക്ക് വേണ്ടി, പൊങ്ങച്ചത്തിന് വേണ്ടി, ദുരഭിമാനത്തിന് വേണ്ടി പഠിച്ചാൽ ആ പഠനം അല്ലാഹ്ക്ക് അങ്ങേയറ്റം വെറുപ്പാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പരലോകത്ത് നാളെ ആദ്യമായി നരകത്തിലിട്ട് പൊരിച്ചെടുക്കുന്നത് 3 ഗ്രൂപ്പിനെ. ബുഖാരി മുസ്ലിം ഒക്കെ പറഞ്ഞെന്ന ഹദീസാണ്. 3 ഗ്രൂപ്പിനെയാണ് ആദ്യം പൊരിച്ചെടുക്കുക നരകത്തിൽ. അള്ളാഹു കാക്കട്ടെ. അതിലൊരു ഗ്രൂപ്പ് ഏതാ? സലാസത്തുൻഹും അവ്വലു മൻ തുസഅറു ബിഹിമുന്നാർ. 3 ഗ്രൂപ്പിനെയാണ് ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയുക. അതിലൊരു ഗ്രൂപ്പ് റജുലുൻ തഅല്ലമൽ ഇൽമ ലിയുഖാല ആലിമുൻ വഫഖീഹുൻ. പഠിച്ച ഒരാള്. എന്തിനാ പഠിച്ചത്? ലിയുഖാല ആലിമുൻ, ഹോ പണ്ഡിതൻ, ഹോ അധികാരി, ഹോ ഉന്നത ഉദ്യോഗസ്ഥ, ഹോ ഡോക്ടർ, എഞ്ചിനീയർ എന്നൊക്കെ പറയപ്പെടാൻ വേണ്ടി, അങ്ങനെയുള്ള പേരും പെരുമയും അംഗീകാരവും കിട്ടാൻ വേണ്ടി പഠിച്ച ആളെയാണ് ആദ്യമായിട്ട് നരകത്തിലിട്ട് പൊരിച്ചെടുക്കുന്ന 3 കൂട്ടരിൽ ഒരു കൂട്ടര്. ആലോചിച്ച് നോക്കണം. മുഅ്മിനീങ്ങളെ, നിയ്യത്ത് തെറ്റരുത്. പഠനത്തിലും വിദ്യാഭ്യാസത്തിലും കറക്റ്റ് നിയ്യത്തോടുകൂടെ പോണം, ഇല്ലെങ്കിൽ അപകടമാണ്. അതിന് ദീനീ വിജ്ഞാനം ആയിക്കോട്ടെ, ഹാഫിളാക്കാൻ വിടുകയാണ് പുള്ളനെ, അല്ലെങ്കിൽ കിതാബ് ഓതാൻ വിടുകയാണ്, അവിടെയൊക്കെ ഈ നിയ്യത്ത് തെറ്റിയാൽ ഇതാണ് അവസ്ഥ. ആദ്യം നരകത്തിലേക്ക് പോകാം. അള്ളാഹു കാക്കട്ടെ. ഇപ്പം 4 കുറ്റായി. ഇനി അടുത്തതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞ 15 കുറ്റത്തിൽ 5, 6, 7, 8 4 പാപങ്ങൾ. 4 നമ്മൾ പറഞ്ഞു, 3 സാമ്പത്തിക രംഗം, 1 വിദ്യാഭ്യാസ രംഗത്ത്. ഇനി അടുത്തത് 4 എണ്ണി പറയുന്നത് കുടുംബ ജീവിതത്തിലെ കുറ്റങ്ങളാണ്. ഇതൊക്കെ നമുക്ക് സിമ്പിളാട്ടോ, അള്ളാന്റെ അടുക്കൽ കനത്ത അപരാധാണ്. കുടുംബ ജീവിതത്തിലെ കുറ്റം 4 എണ്ണി പറഞ്ഞു. ശ്രദ്ധിക്കണേട്ടോ, നമ്മളെടുത്തത് വരുന്നുണ്ടോന്ന് അറിയണ്ടേ? ഇരട്ടിപ്രഹരം കിട്ടുന്ന ശിക്ഷ, കിട്ടുന്ന ഇരട്ടി അടി ദുന്യാവിലും ആഖിറത്തിലും ശിക്ഷ ഏൽക്കുന്ന കുറ്റങ്ങളാണ് ഈ പറയുന്നത്. ശ്രദ്ധിക്കണേ. കുടുംബ ജീവിതത്തിലെ കുറ്റം 4 എണ്ണി. 1, ഒരാൾ തൻ്റെ ഭാര്യയെ അനുസരിക്കലാണ്. അത് കുറ്റാണോ? ഭാര്യ പറയുന്ന ന്യായമായ കാര്യങ്ങൾ അംഗീകരിക്കലും ന്യായമായ കാര്യങ്ങളിൽ അവളെ അനുസരിക്കലും റസൂലുള്ള വിലക്കിയിട്ടില്ല. അത് കുറ്റമൊന്നുമല്ല. കാരണം ഭാര്യ എന്ന് പറഞ്ഞത് ഏകപക്ഷീയമായി ഭരിക്കപ്പെടുന്ന അടിമയൊന്നുമല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞത് അവൾ പാതിയും പങ്കാളിയുമാണ് എന്നാണ്. നമ്മുടെ പാർട്ട്ണറാണ് ജീവിതത്തിലെ. അവന് ന്യായമായത് കെട്ടിയോള് പറഞ്ഞാൽ എടുക്കാം. ഇവിടെ അതല്ല. ഇവിടെ അന്ധമായ അനുസരണ. കെട്ടിയോള് പറഞ്ഞാൽ നേരും നെറിയില്ല. കെട്ടിയോള് പറഞ്ഞാൽ പിന്നെ നീതി അനീതിയില്ല. കെട്ടിയോള് പറഞ്ഞാൽ പിന്നെ കളവും സത്യമില്ല. അതങ്ങ് കേൾക്കുക. എൻ്റെ ഒരു സ്നേഹിതൻ പറയല്ല, ആളൊരു BP ആണെന്ന് പറയും, അപ്പുറത്തുള്ള ആൾ BJP ആണെന്ന് പറയും. അതെന്താ BP ഭാര്യയെ പേടി. അപ്പോൾ BJPയോ ഭാര്യയെ ജാസ്തി പേടി. ഈ BP-യും BJP ആകരുത്. അന്ധമായ അനുസരണ. അവള് പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല. പിന്നെ അത് ന്യായക്കേടോ നേരോ നെറിയൊന്നുമില്ല. അവള് പറഞ്ഞാൽ പിന്നെ അനുസരിക്കുക. ഇത് പ്രശ്നം. അതോടൊപ്പം ചേർത്ത് റസൂലുള്ള പറഞ്ഞു, വഅഖ ഉമ്മഹു, ഉമ്മയെ വേദനിപ്പിച്ചു. കെട്ടിയോള് പറഞ്ഞത് എല്ലായിടക്കും ഉമ്മയെ വേദനിപ്പിക്കുക.
ആ വൃദ്ധയായ തള്ളയുടെ അഭിപ്രായങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ പുല്ല് വില. ഒരു ടൂറ് പോകണം, നിസ്സാര സംഭവം. ഉമ്മച്ചി എന്നാല് പെങ്ങളെ വീട്ടിലേക്കാണ് പൊക്കോട്ടെ, ചുമ്മാ ചോദിച്ചോക്കെ ഉമ്മച്ചി വരുന്നോ? ആ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ എങ്ങനെ ഇരുന്നാൽ മതി, ആ ബെൽറ്റ് ഇട്ടിട്ട്. ഉമ്മച്ചി വാ, ഞാനിപ്പോൾ ഈ വയ്യാത്ത നേരത്തില്ല മക്കളെ, നിങ്ങൾ പൊക്കോ. എന്നാൽ പിന്നെ പെങ്ങളാണ്ട് പൊക്കോ. ആ നിലക്കാകുക. അത് അവരോട് ചോദിക്കുകയല്ല, ആദ്യം ജഡ്ജ്മെൻ്റ് ഇടും. അവൾ പെങ്ങളങ്ങോട്ട് മോക്കട അടുത്തേക്കാണ് പൊക്കോട്ടെ, നമ്മൾ പോകുന്നു. ഇത് കേൾക്കുമ്പോൾ ഉമ്മാൻ്റെ മനസ്സിലുണ്ടാകുന്ന വേദന. ഉമ്മയെ അവഗണിച്ചു മാറ്റി കെട്ടിയോളെ പരിഗണിക്കുക. പലർക്കും വീട്ടിൽ കയറാൻ വയ്യ, സ്വസ്ഥതയില്ല, രണ്ടാളും അടിയാണ്, ഉമ്മയും കെട്ടിയോളും. വീട്ടിലേക്ക് പോകാനേ തോന്നില്ല, കട വിട്ടാ വല്ല ലോഡ്ജിലും പോയി കിടക്കാനാ തോന്നുന്നേ. അതിനെന്താ മാർഗം എന്നറിയോ? ഉമ്മാക്ക് വേണ്ട പരിഗണന ഉമ്മാക്ക് കൊടുക്കുക, കെട്ടിയോക്ക് വേണ്ടത് കെട്ടിയോക്കും കൊടുക്കുക. ഉമ്മാക്ക് വേണ്ട സ്നേഹാദരവ് ഉമ്മാക്ക് വകവെച്ചു കൊടുക്കുക, കെട്ടിയോക്ക് വേണ്ട അംഗീകാരം സ്നേഹവും കെട്ടിയോക്കും കൊടുക്കുക. കുറച്ച് പ്രയാസം. എൻ്റെ അഭിവന്യരായ ഗുരു പറയാറുണ്ട്, ഇത് ഏതുപോലെ അറിയാം, നമ്മളെ തെങ്ങിൻ്റെ ഓല ഉണ്ടല്ലോ, ആ തെങ്ങിൻ്റെ ഓലയുടെ മുരട് ഭാഗത്തിന് മലപ്പുറത്തൊക്കെ മടൽ എന്നാ പറയാം, ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. അത് വളഞ്ഞൊരു സാധനമാണ്. അതിൽ കയറി നിൽക്കുമ്പോൾ ഒരു ഭാഗം ചവിട്ടിയാൽ മറ്റേ ഭാഗം പൊങ്ങും, ഇപ്പുറത്ത് ചവിട്ടിയാൽ ഈ ഭാഗം പൊങ്ങും. അതിൽ കയറി നിൽക്കണമെങ്കിലോ ബാലൻസ് ചെയ്ത് നിൽക്കണം. ഇതുപോലെ കെട്ടിയോളി ഉമ്മാനെയും ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റണം ഒരു ഭർത്താവിന്, ഒരു മകന്. എന്നാലേ വീട്ടിൽ കയറാൻ സമാധാനം ഉണ്ടാവുള്ളൂ. അള്ളാന്റെ റസൂൽ ഇവിടെ എണ്ണി പറഞ്ഞത് ഉമ്മയുടെ വാക്കിനും തീരുമാനങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് കെട്ടിയോളെ അനുസരിച്ചാൽ ഇരട്ടിപ്രഹരത്തിന് കാരണമാകുന്ന കുറ്റമാകും അത്. തുടർന്ന് റസൂലുള്ളാഹി പറഞ്ഞു, അതൊക്കെ കുറേ വിശദീകരിക്കാണ്ട് നമുക്ക് സമയമില്ല, പെട്ടെന്ന് പറഞ്ഞു പോവാൻ. ഫ്രണ്ട്സിനെ ചേർത്ത് പിടിക്കുന്നു, അതൊരു കുറ്റാണോ? അല്ല. നല്ല കൂട്ടുകാരെ ചേർത്ത് തന്നെ പിടിക്കണം. അന്ധമായി ഫ്രണ്ട്സിനെ ചേർത്ത് പിടിക്കുന്നു. അബാഹു, അവനെ അവനാക്കി തീർത്ത സമ്പാദ്യത്തിൻ്റെ വലിയൊരു പങ്ക് ഈ മോൻ്റെ പുരോഗതിക്ക് വേണ്ടി ചെലവഴിച്ച് കിനാവ് കണ്ട് നോമ്പ് നോറ്റ് കുഞ്ഞിൻ്റെ മകൻ്റെ പുരോഗതിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ ചോര നീരാക്കിയ തന്തയുടെ വാക്കിന് പുല്ലുവില ഫ്രണ്ട്സിൻ്റെ വാക്കെടുക്കുള്ളൂ. അതിനാ സ്വദീഖഹു, അത് ഫ്രണ്ട്സ് പറഞ്ഞു, വാപ്പിച്ചെന്ന് മിണ്ടാണ്ടിരുന്നേ, നിങ്ങളൊക്കെ ഓൾഡ് ജനറേഷൻ അല്ലേ, ന്യൂ ജനറേഷൻ പറയുന്നത് എടുക്കാം. അതിനാ സ്വദീഖഹു വഅഖ്സാ അബാഹു, ഇത് വലിയ വെറുപ്പ്, അള്ളാഹുവിൻ്റെ വെറുപ്പ് കിട്ടുന്ന കുറ്റാണ്. സൂക്ഷിക്കുക. കുടുംബ ജീവിതത്തിലെ കുറ്റാണ് 4 കാര്യങ്ങൾ എണ്ണിയത്. ഇപ്പം എത്രയായി? 8, ഇനി 9. ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഇവിടെ അള്ളാന്റെ അടി പൊട്ടുന്ന, പരലോകത്ത് സ്പെഷ്യൽ വേറെ അടിയും കിട്ടുന്ന കുറ്റങ്ങളാണ് പറയുന്നത്. 9ാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലഹറത്തിൽ അസ്വാതു ഫിൽ മസാജിദ്, പള്ളികളിൽ ശബ്ദകോലാഹലങ്ങൾ ഉയരലാൻ. ശ്രദ്ധിക്കണേ, പള്ളികളിൽ ശബ്ദകോലാഹലങ്ങൾ ഉയരലാണ് 9ാമതായി എണ്ണി പറഞ്ഞ കുറ്റം. ഭൂമിയിലെ അള്ളാഹുവിൻ്റെ വീടാണ് മസ്ജിദുകൾ, പള്ളികൾ. അള്ളാഹിൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നവർ അള്ളാഹുവിനെ മാനിച്ചും വന്ദിച്ചും അവൻ്റെ തീരുമാനങ്ങൾ മുഖവിലക്കെടുത്തും വേണം വരാൻ. നമ്മളൊരാളെ വീട്ടിൽ പോയിട്ട് ആ ആൾക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ അവിടുന്ന് ഒച്ച വെക്കുമോ? അതിന് വലിയ ക്വാളിഫിക്കേഷനൊന്നും വേണ്ട. ഒരു മിനിമം മാന്യത ഉള്ള വ്യക്തി, ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് അവിടെ ഉച്ചത്തിൽ അങ്ങനെ സംസാരിക്കുക, ഞാൻ ചെയ്യുമത്? നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ഒരു മര്യാദ കെട്ട കോലത്തിൽ അവിടെ പെരുമാറുമോ? ഞാൻ ഇവിടെ വന്ന ആളാണ്, ആ വീട്ടുകാരനെ പരിഗണിക്കണം എന്നുള്ള ബോധത്തോടെയല്ലേ അവിടെ ഇടപെടുള്ളൂ. ഒരു കാര്യം പറയാൻ വേണ്ടി, ഒരു കാര്യം നടക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് പോയി, ട്രിവാൻഡ്രത്ത് ക്ലിഫ് ഹൗസിൽ പോയി ഒരു കാര്യം പറയാൻ. അതിൻ്റെ മുറ്റത്തോ അകത്തോ കയറിയിട്ട് ശബ്ദം ഉയർത്തി ആരെങ്കിലും സംസാരിക്കുമോ? അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, ഗാർഡ് ഉണ്ടാവും. അവിടെ അങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുമോ? ആരെങ്കിലും സംസാരിക്കുമോ? ഇല്ല. എന്നിട്ട് പള്ളിയിൽ വന്ന് ഉറക്കെ സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന വില പോലും പടച്ച തമ്പുരാന് കൊടുക്കണില്ല എന്നല്ലേ ഇന്ന് മനസ്സിലാക്കാനുള്ളത്? അല്ലേ സഹോദരന്മാരെ? ഞാൻ പലപ്പോഴും ഇതിവിടെ ഉണർത്തിയതാണ്, ഒന്നുകൂടെ ഉണർത്തുകയാണ്. പരിശുദ്ധ റമളാനാണ് നമ്മുടെ മുന്നിലെത്തി നിൽക്കുന്നത്. പള്ളികളൊക്കെ ആരാധനകൾ കൊണ്ട് സജീവമാകുന്ന ദിനരാത്രങ്ങൾ, ഖുർആനോത്തും ദിക്റും എഴുത്തിക്കാഫും നിസ്കാരങ്ങളും ഒക്കെ ആയിട്ട് പള്ളികൾ സജീവമാകുന്ന സമയമാണ്. ആ സമയത്ത് ശബ്ദമുയർത്തിക്കൊണ്ട് ആർക്കും തന്നെ ഉപദ്രവം ഉണ്ടാക്കരുതേ.
എന്ന് വെച്ചാൽ പള്ളി കയറി ഒട്ടും സംസാരിക്കാൻ പാടില്ല എന്നാണോ? അല്ല, കാര്യമൊക്കെ പറയാം. ഒരാളെ കണ്ടു, അസ്സലാമു അലൈക്കും, മൈക്കിൽ കൂടെ അല്ല കേട്ടോ, ഇതിപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറയാം, അസ്സലാമു അലൈക്കും, ഈ പറയുന്ന ആളും ആ കേൾക്കേണ്ട ആളും മാത്രം കേൾക്കുന്ന വോളിയത്തിൽ വലൈക്കും സലാം, കുറച്ച് ദിവസമല്ലോ കണ്ടിട്ട്, സുഖം ഉണ്ടായില്ല, എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? ഇതൊക്കെ പള്ളിയുടെ ഉള്ളിൽ തന്നെ ആകാം. ഏത് കാര്യങ്ങൾ പള്ളിയുടെ ഉള്ളിൽ സംസാരിക്കാം. പക്ഷേ വോളിയം പുറത്തേക്ക് പോയിട്ട് അപ്പുറത്ത് ഖുർആൻ ഓതുന്നവൻ, നിസ്കരിക്കുന്ന ആള്, എഴുത്തിക്ക, അവർക്ക് അശ്രദ്ധ വരുത്തുന്ന, ശല്യമാകുന്ന വിധത്തിൽ ശബ്ദമുയരാൻ പാടില്ല. അത്യാവശ്യ കാര്യങ്ങൾ ഉള്ളിൽ നിന്ന് സംസാരിക്കാം. നിസ്കരിക്കുന്നവർക്ക് ശല്യായാൽ, ഖുർആൻ ഓതുന്നവർക്ക് ശല്യം വേണ്ട. റമളാനിന്റെ പകലിൽ എഴുത്തിക്കാഫിന്റെ നിയ്യത്തോട് കൂടെ വന്ന് കിടന്നുറങ്ങുന്ന ആൾക്ക് ശല്യമായാൽ അവൻ അളുലമാണ്, ലാലിമല്ല. ഖുർആന്റെ ഭാഷയിൽ അവൻ അളുലം, ഏറ്റവും വലിയ അക്രമിയാണ് എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ കസേരയിൽ കയറിയിരുന്ന് സംസാരിക്കുക, അതുപോലെ നിസ്കാരം കഴിഞ്ഞാൽ ആ നടയിൽ ആ സ്റ്റെപ്പിൽ പോയിരുന്ന് സംസാരിക്കുക. എന്നിട്ട് ഇവിടെ നിസ്കരിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും ബോധപൂർവമല്ല കേട്ടോ, ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ അല്ല. ഇത് ഞാൻ പറയണ്ടേ, വേറെ ആരാ പറയാ? വേറെ ആരെയും പറഞ്ഞാൽ താനൊന്ന് പോയി പണിയൊക്കെ ഇടുമെന്ന് ചിലപ്പോൾ മറുപടി കേൾക്കും വേണ്ടി വരും. ഇതെൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ രേഖയിൽ അളുലം, വലിയ അക്രമി എന്ന തരം താഴ്ന്ന അവസ്ഥയിലേക്ക് അപകടകരമായ പേര് നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി സ്നേഹോപദേശം നടത്തുകയാണ്. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ വേറുള്ളവർക്ക് ശല്യാകട്ടെ എന്ന് കരുതിയിട്ടല്ല, സംസാരിക്കുമ്പോൾ ശബ്ദം ഉയർന്നു പോവാണ് അറിയാണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഒരിക്കലും അതിനെ ആവർത്തിക്കരുത്. ഈ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തന്ന ചില താക്കീതുകൾ കൂടെ നിങ്ങളെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. പള്ളികളിൽ ശബ്ദം ഉയരുക, ഇവിടെ ശാന്താണ്, ഇവിടെ കുഴപ്പമാണ്, ചന്തപ്പള്ളി എന്നല്ല ഞാൻ പറയുന്നത്, ഓക്കെയാണ്. എന്നാലും ചില പ്രകൃതിക്കാർ ഉച്ചത്തിൽ സംസാരിക്കുന്ന പ്രകൃതിയുള്ള ആളുകളുണ്ടാവും. അവരിവിടെ അകത്ത് നേരത്തെ കയറി വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ശല്യം ഉണ്ടാകുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. വലിയ അക്രമി എന്ന പേര് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇത് വലിയ അപകടമല്ലേ, അത് നമ്മൾ ഒഴിവാക്കണ്ടേ? റസൂലുള്ള തന്ന ചില താക്കീതുകൾ ശ്രദ്ധിച്ചോളൂ. യഅ്തി അലന്നാസി സമാൻ, ജനങ്ങളിൽ ഒരു കാലം വരുന്നു, അന്നൊരു വിഭാഗം ഉണ്ടാകും. യകൂനു ഹദീസുഹും ഫീ മസാജിദിഹിം ഫീ അംരി ദുന്യാഹും. അവർ പള്ളിയിൽ വന്നിരുന്ന് സൊറ പറയും. ഏതാ സബ്ജക്റ്റ്? അവരെ സംസാരത്തിന്റെ ഉള്ളടക്കം എന്താ? ഫീ അംരി ദുന്യാഹും, നാട്ടുവർത്താനാണ് അവർ പറയണേ. അള്ളാഹുവിനെ മാനിക്കാതെ, ആബിദീങ്ങളെ, ഇബാദത്തിലേർപ്പെട്ട മുസ്ലിമീങ്ങളെ പരിഗണിക്കാതെ ശബ്ദമുയർത്തി സംസാരിക്കുന്ന ഒരു ടീം വരും ഉമ്മത്തെ. നിങ്ങൾ അവരെ കണ്ടാൽ എന്നാ പിന്നെ അതിന്റെ അടുത്ത് കസേര ഇടുക, അല്ലെങ്കിൽ അടുത്ത് പോയിരുന്ന് നമ്മളാണ് കൂടിക്കൊടുക്കുക. ഫലാ തുജാലിസൂഹും, അവരുടെ കൂടെ നിങ്ങൾ കൂടിയിരിക്കരുതേ, അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഇരിക്കരുതേ. എന്തുകൊണ്ട്? ഫലൈസ ലില്ലാഹി ഫീഹിം ഹാജ, അവരെ അള്ളാഹുവിന് ആവശ്യമില്ല. പടച്ചവന് 10 പൈസ വില അവർക്ക് ഇടുന്നില്ല, പടച്ചവന് അവർക്ക് ആവശ്യമില്ല. അള്ളാഹ് അവരെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ആ ടീമിന്റെ കൂടെ നിങ്ങൾ ചെന്നിരിക്കരുതേ. ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം കാണാം. ബുഖാരിയിൽ എന്താണ് അധ്യായത്തിന്റെ തലക്കെട്ട് അറിയോ? ബാബു റഫ്ഇ സൗതി ഫിൽ മസാജിദി. ബുഖാരിയിലെ അധ്യായം ഞാൻ പറയുന്നത്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവലംബ കിതാബ ബുഖാരി. അതിലൊരു തലക്കെട്ട്, ഒരു അധ്യായം എന്താണ്? ബാബു റഫ്ഇ സൗതി ഫിൽ മസാജിദി, പള്ളികളിൽ ശബ്ദമുയർത്തുന്നതിന്റെ വിധി പറയുന്ന അധ്യായം. എന്താണ് ആ അധ്യായത്തിലുള്ള ഹദീസ്? സായിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുൻതു ഖായിമൻ ഫിൽ മസ്ജിദി, ഞാൻ മദീനത്തെ പള്ളിയിൽ മുത്ത് റസൂലിന്റെ പള്ളിയിൽ ഞാൻ അകത്ത് നിൽക്കുകയാണ്. എൻ്റെ തൊട്ടടുത്ത് 2 അപരിചിതർ നിന്നിട്ട് ഉറക്കെ സംസാരിക്കുന്നുണ്ട്. ഞാൻ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിൽക്കുകയാണ്. എൻ്റെ തൊട്ടടുത്ത് 2 ആള്, എനിക്ക് പരിചയമല്ല, 2 ആൾ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്, ശബ്ദം ഉയർന്നും കൊണ്ടാ. അപ്പുറത്ത് ഖുർആൻ ഓതുന്നു, ദിക്റില്ലുന്നു, ഇത്തിക്കാഫൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ അവരെ ശ്രദ്ധിച്ചു, എനിക്കറിയില്ല. ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ ഫഹസബനി റജുലുൻ, ഒരാൾ എന്നെ ചരലുകൊണ്ടെറിഞ്ഞു. ചരലുകൊണ്ടെറിയാന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മാർബിളും സിമെന്റൊന്നും അല്ല, മദീനത്തെ പള്ളിയുടെ തറ എന്ന് മണൽ വിരിച്ച പ്രതലമാണ്, തറയാണ്. അതിൽ ചെറിയ ചരൽ കല്ല് കിട്ടും. ഒരാൾ എന്നെ ചരൽ കല്ലുകൊണ്ട് എറിഞ്ഞു.
ആ ഏറ് വന്ന ഭാഗത്തേക്ക് ഫനളർത്തു, ഞാൻ നോക്കുമ്പോൾ ഫഇദൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കല്ലിനെറിഞ്ഞത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ആ രണ്ടാളങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോകാന്ന് പയ്യെ. ഇതിൽ ഒരു പാഠം പഠിക്കാണ്ട്, പള്ളിയിലൊരു തെറ്റ് കണ്ട അവിടെ പൊട്ടിത്തെറിക്കല്ലോ വേണ്ടത്. ഒരാൾ ഒച്ച വെച്ചു, മറ്റൊരാൾ എന്താടാ ഇത് ചന്തേ ഇറങ്ങടാ പുറത്ത്. അപ്പോൾ ഇവർ സംസാരിച്ചതിലേറെ വലിയ സൗണ്ടിലാണ് പിന്നെ അയാൾ ഇടപെട്ടത്. അതിനേക്കാൾ വലിയ കുറ്റായില്ലേ. ഉമർ റളിയല്ലാഹു എന്താ ചെയ്തൊരു ചരൽ കണ്ടു പയ്യെ എന്നെ എറിഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ആ രണ്ടാളെ ഇങ്ങോട്ട് കൂട്ടിയോ. എനിക്കനുഭവമുണ്ട്, ഒരു പള്ളിയിൽ നിസ്കാരത്തിനിടയിൽ മൈക്ക് ഹൗളിങ് കൂവി, ഭയങ്കര സൗണ്ട്. ഏതായാലും ഒരു പരുവത്തിൽ ഇമാം അങ്ങോട്ട് സലാം വീട്ടിയപ്പോൾ തന്നെ ഒരു ഇക്ക എണീറ്റ് നിന്ന്, കമ്മിറ്റിക്കാർക്കൊക്കെ ഇവിടെ എന്നാ പണി, മൈക്ക് കണ്ട സൗണ്ട്. മൈക്കൊരു ഇലക്ട്രോണിക് ഉപകരണം, അതിന് കിട്ടേണ്ട സർവീസ് കിട്ടാതിരുന്നപ്പോൾ അതൊന്ന് കൂവിയതാ. അതിന് ഈ വെളിവുള്ള മനുഷ്യൻ എണീറ്റ് നിന്നിട്ട് ഈ സൗണ്ട് ഇട്ടതോടുകൂടെ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നവർ അങ്ങോട്ട് നോക്കി, ആയത്തുൽ കുർസി ഓതി തുടങ്ങിയവർ അത് നിർത്തിയിട്ട് അയാളെ നോക്കി. വലിയ അക്രമല്ലേ ഇത്, അല്ലെങ്കിൽ ഒരു പല്ലിക്കാഷ്ടം. ഇതെന്താ അവിടെ പണി, കമ്മിറ്റിക്കാർക്ക് ഇതൊന്നും നോക്കാൻ നേരല്ലേ, ഇതൊന്നും അടിച്ചു തൂക്കാൻ അവിടെ ആളില്ലേ. പൊന്നാര ചങ്ങാതിയെ, നീ അത് കണ്ടാൽ നിനക്ക് എടുത്തിട്ടൂടെ. രാവിലെ ഈ തൂപ്പുകാരൻ വന്ന് അടിച്ച് തൂത്ത് പോയതാണ്, പിന്നെ പല്ലി എപ്പോഴാ കാഷ്ടിക്കുക എന്ന് പറയാൻ പറ്റുമോ? പല്ലിക്ക് നിക്കറും പാമ്പേഴ്സ് ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഇത് എപ്പോഴാ സംഭവിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ ടോയ്ലറ്റ് പോവും, ഈ പല്ലിക്കും എലിക്കും ഒക്കെ അതൊക്കെ ഉണ്ടോ? ഞാൻ കണ്ടാ ഇത് പള്ളി, നമ്മളെ എല്ലാവരും പള്ളിയാ, ഞാൻ മാറ്റിയ, നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പയ്യെ അതെടുത്ത് മാറ്റിയ നജീസ്. ആളിങ്ങോട്ട് വരട്ടെ, ഇനി അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ പറയാട്ടോ. ഞാൻ ഇപ്പോൾ കമ്മിറ്റിക്കാരെ താങ്ങാൻ വേണ്ടി മുസ്ലിയാർ ഇപ്പം എന്തോരം പറഞ്ഞു എന്നല്ല, കുഴപ്പമുണ്ടെങ്കിൽ ആ ഓഫീസിൽ ചെന്നിട്ട് പറയതേ ക്ലീനിങ്ങിൻ്റെ ആൾ അത്ര പോരാ, ഒന്ന് ശ്രദ്ധിക്കണട്ടെ. അവർ മുഖവിലൊക്കെ എടുക്കും, ഇവിടെ ബഹളം ഉണ്ടാക്കരുത്. ഇനി എന്തെങ്കിലും കുറ്റോ കുറവോ കണ്ടാൽ തന്നെ നിസ്കാരത്തിനും ആരാധനക്കും തടസ്സമുണ്ടാക്കുന്ന വിധത്തിൽ ദയവായി പൊന്നു സഹോദരന്മാർ ഇവിടെ പ്രതിഷേധിക്കരുത്. അതൊക്കെ കുറച്ച് ഉണ്ടായിട്ടുണ്ട് ഇവിടെ, അതുകൊണ്ടാണ് ഞാൻ പറയണേ. നമുക്കതിന് പറയാൻ വേദി ഉണ്ടല്ലോ, അവിടെ പോയി പറഞ്ഞാൽ പോരെ. എന്താവട്ടെ, എന്നെ ഒരാൾ കല്ലിനെറിഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പയ്യെ എന്നോട് പറഞ്ഞു, ആ രണ്ടാളങ്ങോട്ട് കൂട്ടി വാ. ഫജിഅ്തുഹു ബിഹിമ, ആ വിളിക്കുന്നു പറഞ്ഞു. അപ്പം ഈ ആളെ അവർക്ക് പരിചയമുണ്ട്, ധീരനായോ ഉമർ റളിയല്ലാഹു അൻഹു. അടുത്ത് ചെന്നപ്പോൾ ചോദിച്ചു, മൻ അൻതുമ മിൻ ഐന അൻതുമ, ആരാടാ നിങ്ങൾ എവിടുന്ന് വന്നതാ? അവിടെ നിന്നും പരിചയമുള്ള ആൾക്കാരല്ല. മൻ അൻതുമ, ആരാണ് നിങ്ങൾ? മിൻ ഐന അൻതുമ, ബുഖാരിയിൽ കാണാം, നിങ്ങൾ എവിടുന്ന് വന്നതാ? കാല, അവർ വിറച്ചും കൊണ്ട് പറഞ്ഞു, മിൻ അഹ്ലി ത്വായിഫ്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ അടിയാ. ഞങ്ങൾ ത്വായിഫ് എന്ന് വന്നവരാ, മദീനക്കാരല്ല, മക്കക്കാരും അല്ല, ത്വായിഫ് എന്ന് ഹൈറേഞ്ചിൽ നിന്ന് ഇറങ്ങി വന്ന ആൾക്കാരാ. അപ്പോൾ പറഞ്ഞു, ലൗ കുൻതുമാ മിൻ അഹ്ലിൽ ബലദി, ഈ നാട്ടിലുള്ളവരാണ് നിങ്ങളെങ്കിൽ ല ഔജഅതുകുമാ, നിങ്ങളെ ഇറച്ചി ഞാൻ ചൂടാക്കുമായിരുന്നു, നിങ്ങളെ ഇറച്ചി ഞാൻ വേദനിപ്പിക്കുക, നല്ല പെട ഞാൻ പടക്കുമായിരുന്നു. പക്ഷെ ഒരു ആതിഥ്യ മര്യാദ ഉണ്ടല്ലോ, നിങ്ങൾ തായിഫ് എന്ന് വന്നവരല്ലേ. തർഫഅനി അസ്വാതകുമാ ഫീ മസ്ജിദി റസൂലില്ലാ, അള്ളാൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ നിങ്ങൾ ശബ്ദം ഉയർത്തി സംസാരിക്കടാ. അടിപൊട്ടേണ്ട കുറ്റാണ്. ഇപ്പോൾ മര്യാദക്ക് ഇബാദത്ത് എടുക്കുക, സംസാരിക്കണമെങ്കിൽ പയ്യെ സംസാരിക്കുക, ശബ്ദം ഉയർത്തിയാൽ അടി കിട്ടേണ്ട ശിക്ഷയാണ്. ബുഖാരിയിലെ ഹദീസാണ് ഞാൻ പറഞ്ഞത്. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മൾ ഇന്ന് തൊട്ടൊരു പ്രതിജ്ഞ എടുക്കുക. നിസ്കാരം കഴിഞ്ഞാൽ ആവശ്യമൊന്നുമില്ല, പയ്യെ ഇറങ്ങി പോവുക. ആ നടയിൽ ഇരിക്കണിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇരിക്കണിന് ഞാൻ കുറ്റം പറയുക, ഇരുന്നോ. സംസാരം ഒരിക്കലും അകത്തേക്ക് ശല്യമാകുന്ന, ഇനി നമുക്ക് 17 രാവൊക്കെ വരുന്നുണ്ട്, നമുക്ക് ചോറൊക്കെ കൊടുക്കണം, അതുപോലെ നോമ്പ് തുറ വരുന്നുണ്ട്, അപ്പോഴൊക്കെ ബഹളം പരമാവധി നിയന്ത്രിക്കുക. അള്ളാൻ്റെ മുന്നിൽ കൊടുങ്കുറ്റവാളിയാകാതിരിക്കാൻ നിങ്ങളൊക്കെ സഹകരിക്കണം. ഇത് എൻ്റെ ഡ്യൂട്ടി. ഞാൻ പറഞ്ഞു, ധിക്കാരം ആർക്കും ഇല്ലല്ലോ, കാരണം അശ്രദ്ധയാണ്. ആ അശ്രദ്ധ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് എല്ലാ നിലക്കും ഒരു മാതൃകായോഗ്യമായ ജമാഅത്തും പള്ളിയായി കിട്ടണത്. അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കണം ഇൻഷാ അല്ലാഹ്. റസൂൽ എണ്ണി പറഞ്ഞ 9ാമത്തെ കുറ്റം, എല്ലാം റസൂൽ പറഞ്ഞ എത്ര ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കാണാം, വ ഇയ്യാക്കും വഹൈഷാത്തിൽ അസ്വാഖി ഫിൽ മസാജിദി, നിങ്ങൾ സൂക്ഷിക്കണേ. സ്വഹീഹ് മുസ്ലിമിൻ്റെ ഹദീസാണ്, റസൂലുള്ളാഹി പറയാൻ, സൂക്ഷിക്കണേ, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളെ സൂക്ഷിക്കണം. വഹൈഷാത്തിൽ അസ്വാഖി ഫിൽ മസാജിദി, ചന്തയിലെ ബഹളം പള്ളിയിൽ കൊണ്ടുവരുന്നത് സൂക്ഷിക്കണേ. മാർക്കറ്റിലെ ബഹളം പള്ളിയിൽ കൊണ്ടുവരുന്നത് സൂക്ഷിക്കണേ. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു വീണുപോയ സാധനം വിളിച്ചു വയ്ക്കാൻ പോലും പാടില്ല എന്നാ.
എൻ്റെ മൊബൈൽ പോയിട്ടുണ്ട്, ആർക്കെങ്കിലും കിട്ടിയോ? ഒരു കീ, കാറിൻ്റെ കീ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആർക്കെങ്കിലും കിട്ടിയോ? ചോദിക്കാൻ പാടില്ല. അതുപോലെ കളഞ്ഞു വീണ് കിട്ടിയ ആള്, ദേ ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട്, ഉടമസ്ഥൻ ഓഫീസിൽ വരണം, പള്ളിയിൽ പറയാൻ പാടില്ല, ഹറാമാണത്. സ്വഹീഹ് മുസ്ലിമിൽ കാണാ റസൂലുള്ളാ പറയുന്നു, ഇദാ സമിഅ്തുമുർ റജുല യൻഷുദു ളാല്ലത്തൻ ഫിൽ മസ്ജിദി, ഒരാൾ വീണുപോയ സാധനം പള്ളിയിൽ വിളിച്ചന്വേഷിക്കുന്നത് കേട്ടാൽ ഫല്യഖുൽ, ആ വിളിച്ചു ചോദിക്കുന്നവന്റെ ചെവിയിൽ ചെന്ന് നിങ്ങൾ പറയണം, ലാ റദ്ദഹല്ലാഹു അലൈക്, അല്ലാഹ് നിനക്ക് തിരിച്ചു തരാതിരിക്കട്ടെ. എൻ്റെ മൊബൈൽ പോയി ആർക്കെങ്കിലും കിട്ടിയോ? ലാ റദ്ദഹല്ലാഹു അലൈക്, അല്ലാഹ് നിനക്ക് തിരിച്ചു തരാതിരിക്കട്ടെ. കാരണം മെനകെട്ട പണിയാ നീ കാട്ടിയത്. ഫഇന്നൽ മസാജിദ ലം തുബ്ന ലിഹാദാ, പള്ളി ഇതിനൊന്നും വേണ്ടി ഉണ്ടാക്കിയതല്ല. വീണുപോയത് ചോദിക്കാനും കളഞ്ഞു കിട്ടിയതിന് ആളെ പരതാനും കച്ചവടം, അതിനൊന്നും അല്ല പള്ളി, അത് ഇബാദത്തിനാണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ കാര്യത്തിൽ നല്ല ജാഗ്രത വേണം. ഞാൻ ചുരുക്കി പറഞ്ഞതാണ്, അതിൻ്റെ ആ കാതലായ ഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ തുടർന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കണമെന്ന് വിനീതമായി ദീനിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറയാനുള്ളത്, ഈ വരുന്ന ഞായറാഴ്ച, നാളെ കഴിഞ്ഞാണ് ബറാഅത്ത് രാവ്. ഒരുപാട് മഹത്വങ്ങളുള്ള പുണ്യരാവാണ്. ഇമാം ഇബ്നു മാജയും ഇമാം തുർമുദിയുമൊക്കെ ഹദീസ് കിതാബിൽ അതിന് സ്പെഷ്യലായി ഒരു അധ്യായം ബറാഅത്ത് രാവിൻ്റെ, ശഅബാൻ 15-ാം രാവിൻ്റെ മഹത്വം പറയാനായിട്ട് ഒരു അധ്യായം രചിച്ചിട്ടുണ്ട്. അന്ന് ഒരുപാട് ആളുകൾക്ക് പാപമുക്തി കൊടുക്കുന്ന രാവാണ്, നരകമോചനം കൊടുക്കുന്ന രാവാൻ. ബറാഅത്ത് എന്ന വാക്കിന് മോചനം എന്നാണ് അർത്ഥം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മരിച്ചു പോയവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. നമ്മളെ പൂർവീകർ ഖുറാഫാത്ത് പഠിപ്പിച്ചതൊന്നുമല്ല, ഇമാമിങ്ങൾ പൊട്ടത്തരം പറഞ്ഞതൊന്നുമല്ല. റസൂലുള്ള സിയാറത്ത് സ്പെഷ്യലായിട്ട് ചെയ്ത രാവാണത്. അതുകൊണ്ട് സിയാറത്ത് ചെയ്യുക. ആയിഷ ബീവി പറയുന്നു, എൻ്റെ ഊഴമായ രാത്രി, എൻ്റെ കൂടെ കിടക്കുന്ന രാത്രിയിൽ പാതിരാത്രി കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒന്ന് തപ്പി നോക്കുമ്പോൾ റസൂലുള്ള കിടക്കുന്ന ഭാഗം ബ്ലാങ്ക്, ശൂന്യം. തങ്ങൾ എവിടെ പോയി? എൻ്റെ കൂടെ കിടക്കുകയായിരുന്നു തങ്ങൾ. പാതിരാത്രി കഴിഞ്ഞപ്പോൾ കാണാനില്ല. ഞാൻ പയ്യെ എൻ്റെ വിരിപ്പിൽ നിന്ന് എണീറ്റ് പിച്ച വെച്ച് എൻ്റെ റൂമിൻ്റെ പുറത്ത് ഇറങ്ങി നോക്കുമ്പോൾ ജന്നത്തുൽ ബഖീഇൽ, പള്ളിപ്പറമ്പിൽ ശ്മശാനത്തിൽ, റാഫിഅൻ റഅ്സഹു റാഫിഅൻ യദൈഹി ഇലസ്സമായി, ആകാശത്തേക്ക് 2 കൈകൾ ഉയർത്തി റസൂലുള്ള ദുആ ചെയ്യാണ്, സിയാറത്ത് ചെയ്യാൻ. ഞാൻ പയ്യെ റൂമിലേക്ക് വന്നു. റസൂലും സിയാറത്ത് കഴിഞ്ഞ് വന്ന് ഞാൻ തങ്ങളെ പരതി, എന്താ ആയിഷ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കണത്? അപ്പോൾ ആയിഷാൻ്റെ ധാരണ എന്താ, എന്നെ അവിടെ കിടത്തിയിട്ട് മറ്റേ ഭാര്യമാരുടെ അടുത്തേട്ട് പോയിട്ടുണ്ടോ എന്നുള്ള ആ ഒരു ചിന്താഗതി മൂപ്പത്തിക്കുണ്ട്. പെണ്ണല്ലേ സാധനം. ആയിഷ, നീ എന്താ വിചാരിച്ചത്? ഇന്ന് ശഅബാൻ 15-ന്റെ രാവാണ്. ബനൂ കൽബ് ഗോത്രം, മദീനയിലെ ബനൂ കൽബ് ഗോത്രം ധാരാളം ആടുകളെ വളർത്തുന്ന, ഇഷ്ടംപോലെ ആടുകളെ വളർത്തുന്ന ഒരു കർഷക ഗോത്രമാണവർ. ആ ബനൂ കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമത്തിൻ്റെ എണ്ണത്തേക്കാൾ കുറ്റവാളികൾക്ക് അള്ളാഹു പൊറുക്കുന്ന രാവാണിത്. എമ്പാടും ആടുകൾ, ആ ആടുകളുടെ രോമത്തിൻ്റെ എണ്ണത്തേക്കാൾ കുറ്റവാളികൾക്ക് പൊറുക്കുന്ന രാവാൻ. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാർ, മരിച്ചുപോയ എൻ്റെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ, എൻ്റെ സ്വഹാബാക്കൾ, അവർക്കൊന്ന് ദുആ ചെയ്യാൻ പോയതാണ്. അപ്പോൾ ആ ദിവസം മരിച്ചവർക്ക് സിയാറത്ത് ചെയ്യുക, അല്ലാതെ നമ്മൾ യാസീനോദി ദുആ ചെയ്യുക, അല്ലാതെ ദുആ ചെയ്യുക, അതൊക്കെ നല്ലതാണ്. പിറ്റേ ദിവസത്തെ നോമ്പ് മീറാജിൻ്റെ നോമ്പിൻ്റെ പോലെ മുഅക്കദായ സുന്നത്തല്ലെങ്കിലും ചില ഇമാമീങ്ങൾ അന്ന് നോമ്പ് ഉത്തമമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, എല്ലാ അറബി മാസവും 15-ന് മുഅക്കദായ സുന്നത്തുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും മുഅക്കദായ സുന്നത്തുണ്ട്. എല്ലാ തിങ്കളാഴ്ചയൊന്നും പിടിക്കണില്ലെങ്കിൽ ഇത് തിങ്കളാഴ്ച വരുന്നത്. ബറാത്തിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച നോമ്പ്, അറബ് മാസത്തിൻ്റെ 15-ന് അയ്യാമുൽ ബീളിൻ്റെ വെളുത്തവാവിൻ്റെ നോമ്പ്, അങ്ങനെയൊക്കെ ഉള്ള പല നേട്ടങ്ങളുണ്ട്. സാധ്യമാകുന്നവർ അന്നത്തെ നോമ്പ് പിടിക്കുക. അള്ളാഹു അവന് ഇഷ്ടപ്പെട്ട വിധത്തിൽ പുണ്യദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമ്മളെയൊക്കെ സഹായിക്കട്ടെ.